ഓൺ ഇൻഫോടെക്കിന്റെ എക്സൽ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ്. അതായത് ഒരു വർക്ക് ബുക്കിനകത്ത് എങ്ങനെ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം, അതിനെങ്ങനെ റീനെയിം ചെയ്യാം, അതിൻ്റെ ടാബ് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു വർക്ക് ബുക്കിനകത്ത് അഡീഷണൽ വർക്ക്ഷീറ്റ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് ആദ്യം ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ ഷീറ്റാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഇതുകൂടാതെ നമുക്ക് അഡീഷണൽ ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു പ്ലസ് സൈൻ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഷീറ്റ് വരുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് എത്ര ഷീറ്റ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് ഒറ്റ ഷീറ്റായിരിക്കും ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഈ ഒരു എക്സൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഷീറ്റ്, അതായത് 1, 2, 3 ഷീറ്റ് നമുക്കിവിടെ ഡീഫോൾട്ടായിട്ട് കാണണമെങ്കിൽ അത് വന്നിട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂയിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ദിസ് മെനി ഷീറ്റ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 1 ആണ് കൊടുത്തിരിക്കുന്നത്. 1 കൊടുത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരൊറ്റ ഷീറ്റ് ഡീഫോൾട്ടായി കണ്ടത്. അതേസമയം ഞാനിവിടെ 3 എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ജസ്റ്റ് ഫയലിൽ പോയിട്ടൊരു ബ്ലാങ്ക് വർക്ക് ബുക്ക് എടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഡീഫോൾട്ടായിട്ട് 3 വർക്ക് ഷീറ്റ് നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് സൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർക്ക്ഷീറ്റ് വേണമെങ്കിലും ഇതിൽ ഓപ്പൺ ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എക്സൽ ഷീറ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ നമുക്ക് വേണ്ടാത്ത ഷീറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ഷീറ്റിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ഓരോന്നും ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻസേർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് സ്പ്രെഡ്ഷീറ്റ് സൊല്യൂഷൻസുകളാണ്. അതുപോലെ ജനറൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വർക്ക്ഷീറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് വേണ്ട ബാക്കിയുള്ള എക്സലിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഒരു വർക്ക്ഷീറ്റ് എടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഷീറ്റ് 10 പറഞ്ഞൊരു വർക്ക്ഷീറ്റാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിത് വേണ്ട വേറെ ഏതെങ്കിലും വേണമെങ്കിൽ ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബില്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സൽ ഷീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സൽ ഷീറ്റ് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് വേണ്ട, ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഏതൊക്കെ ഷീറ്റ് നമുക്ക് ആവശ്യമില്ലേ ആ ഷീറ്റിനൊക്കെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ പറയുന്നത് റീനെയിം ചെയ്യാമെന്നാണ്. അതായത് ഒരു ഷീറ്റ്, ഇപ്പോൾ ഇവിടെ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 നടക്കുന്നത്. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കുന്നതിനാണ് റീനെയിം ചെയ്യുക പറയുന്നത്. പിന്നെ ഷീറ്റ് 1ൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഏത് പേരാണോ കൊടുക്കേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ജാനുവരി എന്ന് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഷീറ്റ് 2 നമുക്കൊന്ന് റീനെയിം ചെയ്യാം. ഷീറ്റ് 3 റീനെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ഷീറ്റിൻ്റെയും നെയിം ചേഞ്ച് ചെയ്തു. അപ്പോൾ റീനെയിം ചെയ്യുക പറഞ്ഞാൽ ആ ഒരു ഷീറ്റിൻ്റെ പേര് മാറ്റുക എന്നാണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് മൂവ് ഓർ കോപ്പി പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ജനുവരി പറഞ്ഞ ഒരു ഷീറ്റിൻ്റെ ഒരു കോപ്പി എടുത്തിക്കാനും അവരത് മൂവ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഷീറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന്
സൈഡിലോട്ട് നമ്മൾ ഏത് പൊസിഷനിലാണോ കൊണ്ടുവയ്ക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. അപ്പോൾ മേലൊരു ചെറിയൊരു ആരോ കാണും. ആ ആരോ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ഇത് റീപ്ലേസ് ചെയ്യാൻ പോണ ആ സ്ഥലമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയാണെങ്കിൽ ഈ ജനുവരി പറയുന്നത് ഫെബ്രുവരിയും മാർച്ചിൻ്റെയും ഇടയിൽ വന്ന് കിടക്കും. അതാ ഇതുപോലെ നമുക്ക് ഓരോ ഷീറ്റ് മൂവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. ഷെയറിങ് ഈസ് കെയറിങ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇപ്പോൾ നമ്മളൊരു വർക്ക് ബുക്കിലുള്ള ഷീറ്റ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നോക്കി. ഇനി അതേസമയം ഈ ഒരു വർക്ക് ബുക്കിലോട്ടല്ലാതെ വേറൊരു വർക്ക് ബുക്കിലോട്ടും നമുക്കൊരു ഷീറ്റ് നമ്മുടെ ഈ ഒരു വർക്ക് ബുക്കിലുള്ള ഷീറ്റ് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ ഒരു വർക്ക് ഷീറ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതിൻ്റെയാണോ കോപ്പി എടുക്കുന്നത് അല്ലെങ്കിൽ ഏതാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മൂവ് ഓർ കോപ്പി വരുന്ന ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ടു ബുക്ക്. ഏത് ബുക്കിലോട്ടാണ് ഇത് ഏത് വർക്ക് ബുക്കിലോട്ടാണ് ഇത് മൂവ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് 1 പറയുന്നത് ഈ ഒരു ഷീറ്റാണ് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ബുക്ക് 3 പറഞ്ഞൊരു എക്സൽ ഷീറ്റും കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ടോ അതിൻ്റെ ലിസ്റ്റ് ഇതിനകത്ത് കാണിക്കും. അപ്പോൾ ബുക്ക് 1ഉം ബുക്ക് 3ഉം ആണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കാണിക്കും. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ജനുവരി പറയുന്നത് ബുക്ക് 1ലാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണമെങ്കിൽ ബുക്ക് 3ലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബുക്ക് 3 ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3. അത് നമ്മളവിടെ റീനെയിം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് നമ്മളിപ്പോൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷീറ്റ് ഏത് ഷീറ്റിൻ്റെ മുന്നിൽ വരണം എന്നാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ് 1ൻ്റെ മുന്നിലാണ് വേണ്ടി വെച്ചാൽ ഷീറ്റ് 1 കൊടുക്കാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എ കോപ്പി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തില്ലെങ്കിൽ ഈ ജനുവരി പറഞ്ഞ ഷീറ്റ് ഇവിടെ നിന്ന് പോയിട്ട് എക്സൽ മറ്റേ ബുക്ക് 3 പറഞ്ഞ എക്സലില്ലേ അതിനകത്ത് പോയി കിടക്കും. അതേസമയം നമ്മൾ ഇത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പിയാണ് അങ്ങോട്ട് മൂവ് ആവുന്നത്. അപ്പോൾ ഞാനിവിടെ ആ ടിക്ക് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ബുക്ക് 3 ആണ് ഓപ്പൺ ആയിട്ട് വന്നത്. അവിടെ ജനുവരി പറഞ്ഞ ആ ഒരു ഷീറ്റ് കൊണ്ടുപോയി മൂവായി. നമ്മുടെ ബുക്ക് 1ൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി പറഞ്ഞ ഷീറ്റ് തന്നെ ഉണ്ടാവും, കാരണം നമ്മൾ അതിൻ്റെ കോപ്പി എടുത്തിട്ടാണ് അങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. അതേസമയം കോപ്പി എടുക്കാണ്ട് മൂവ് ചെയ്ത് എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫെബ്രുവരിയാണ് മൂവ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവർ കോപ്പി കൊടുക്കുക. കറൻ്റ് ഇപ്പോൾ നിൽക്കുന്ന ബുക്കിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് മൂവ് ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ബുക്ക് 1 ആണെങ്കിൽ ഈ ബുക്ക് 1 സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് വെറുതെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബുക്ക് 1 എടുത്തു, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് മൂവായി. അതേസമയം ഞാൻ വേറെ ബുക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, ബുക്ക് 3 എടുക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആ ഒരു ഏത് വർക്ക് ബുക്കിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വർക്ക് ബുക്ക് ഓപ്പൺ ആയിരിക്കണം, എന്നാലേ അതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സലിൻ്റെ ലിസ്റ്റാണ് ഇതിനകത്ത് കാണിക്കുള്ളൂ, അല്ലാത്തത് കാണിക്കില്ല. അപ്പോൾ ഞാൻ ബുക്ക് 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെബ്രുവരി പറയുന്നത് ഞാൻ ജനുവരിക്ക് ശേഷമാണ് ഇടാൻ നോക്കുന്നത്. അപ്പോൾ ഷീറ്റ് 1ൻ്റെ മുന്നിൽ ക്രിയേറ്റ് കോപ്പി കൊടുക്കുന്നില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടോ ബുക്ക് 3 പറഞ്ഞ എക്സലിനകത്ത് ഫെബ്രുവരി പറഞ്ഞ ഷീറ്റ് വന്നു. അതുപോലെ ബുക്ക് 1ൽ നിന്ന് ഫെബ്രുവരി പറഞ്ഞ ഷീറ്റ് റിമൂവ് ആയി പോവുകയും ചെയ്യും. അതായത് നമ്മൾ കോപ്പി എടുക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് മൂവ് ചെയ്യുന്ന ഷീറ്റ് ഈ വർക്ക് ബുക്കിൽ നിന്നും മറ്റൊരു വർക്ക് ബുക്കിലോട്ട് പോകും, ഇവിടുന്ന് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും കോപ്പി എടുത്തിട്ട് വേണം മൂവ് ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ, അതായത് നമ്മൾ പേര് കൊടുത്ത ആ ഭാഗത്തിൻ്റെ കളർ, ഈ ഒരു ഷീറ്റിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ ഏത് ഷീറ്റിൻ്റെ കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ടാബ് കളർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ടാബിൻ്റെ കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് കളർ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യുക. കുറേ കളേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ ഏത് കളറാണോ വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇനി ഈ കളേഴ്സ് കൂടാതെ വേറെ പുതിയ കളേഴ്സ് വേണമെങ്കിൽ മോർ കളേഴ്സ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കളർ കോമ്പിനേഷൻസ് കാണാം. അതിൽ നിന്ന് വേണ്ട കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്താലും അവിടെ കളർ ചേഞ്ച് ആവും. ജസ്റ്റ് നമ്മൾ മാർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കളർ ആ ഒരു ജനുവരി പറഞ്ഞ ഷീറ്റിൻ്റെ ടാബിലോട്ട് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടാബിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാബ് കളർ കൊടുക്കുക, ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ജനുവരി
മാർച്ചിൻ്റെ കളേഴ്സ് ചേഞ്ചായി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു വർക്ക്ഷീറ്റ് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ജനുവരി പറഞ്ഞ ഒരു ഷീറ്റ് ഹൈഡായി. ഇനി വീണ്ടും അത് അൺഹൈഡ് ആണെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏത് ഷീറ്റാണ് അൺഹൈഡ് ചെയ്യേണ്ടതെന്ന് ലിസ്റ്റിൽ വരും. അപ്പോൾ വേണ്ട ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഹൈഡ് ആയിട്ട് പോകും. ഇനി രണ്ട് ഷീറ്റ്സ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഷീറ്റ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷീറ്റിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ഷീറ്റ് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ സെലക്ട് ഓൾ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഷീറ്റ്സും ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഷീറ്റ്സും സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഒരു ഷീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് ഷീറ്റിലൊക്കെ വന്നിരിക്കും. ഇനി അതേസമയം നമുക്ക് എല്ലാ ഷീറ്റുകളും വേണ്ട, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷീറ്റ് മാത്രം മതിയെങ്കിൽ ജസ്റ്റ് അതിനെ അൺഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ ജനുവരി സെലക്ട് ചെയ്തു, അതുകൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മാർച്ച് സെലക്ട് ചെയ്യണം വേണ്ടത്. അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്യാം, മാർച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ജനുവരിയും മാർച്ചും ഇവിടെ സെലക്റ്റഡ് ആയി. ഇനി ഈ ജനുവരി പറഞ്ഞ ഷീറ്റിൽ നമ്മൾ എന്തൊക്കെ അപ്ഡേഷൻ ചെയ്യുന്നോ അതൊക്കെ മാർച്ച് പറഞ്ഞ ഷീറ്റിനകത്തും വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇപ്പം ഞാനിവിടെ ജനുവരിനകത്ത് ജനുവരി എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫിൽ ഹാൻഡിൽ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസംബർ വരെ വന്നു. അപ്പോൾ നമ്മൾ ഒരു ഷീറ്റിലേ ചെയ്തുള്ളൂ. ഇനി ഒന്ന് അൺഗ്രൂപ്പ് ചെയ്ത് നോക്കാം. അപ്പം അതായത് ഷീറ്റിനെ അൺഗ്രൂപ്പ് ചെയ്യാനാണ് ഈ അൺഗ്രൂപ്പ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജനുവരിയിലാണ് ഈ ഒരു അപ്ഡേഷൻ ചെയ്തത്. ഇനി നമ്മൾ മാർച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് അപ്ഡേഷൻ എഡിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ ഷീറ്റ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടോ ആ ഷീറ്റിലൊക്കെ വരുന്നതായിരിക്കും. അതേസമയം നമ്മൾ ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡാറ്റാസ് കാണില്ല. കാരണം നമ്മൾ ജനുവരി മാർച്ച് മാത്രമാണ് ഗ്രൂപ്പ് ചെയ്ത് ഫെബ്രുവരിനെ ഗ്രൂപ്പ് ചെയ്തില്ല. അതുകൊണ്ട് ഫെബ്രുവരി ഷീറ്റിനകത്ത് ഡാറ്റാസ് ഉണ്ടാവില്ല. അതുപോലെ ജനുവരിയിലും മാർച്ചിലും സെയിം ഡാറ്റാസ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഷീറ്റിനകത്ത് ഏതെങ്കിലും ഡാറ്റ ഫൈൻഡ് ചെയ്തെടുക്കാനാണ് ഫൈൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻഡ് എടുക്കാൻ വന്നിട്ട് ഒന്നില്ലെങ്കിൽ കൺട്രോൾ F പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഫൈൻഡ് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടുത്തെ ഒരു ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ഫൈൻഡ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫൈൻഡും റീപ്ലേസും പറഞ്ഞ രണ്ട് ഓപ്ഷനും ഉണ്ട്. അതിൽ ഫൈൻഡ് ഇപ്പോൾ നമുക്ക് തൽക്കാലം നോക്കാം. അപ്പോൾ ഇതിനകത്ത് ചോദിക്കും ഫൈൻഡ് വാട്ട്, എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ആപ്പിൾ പറഞ്ഞ പേര് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആപ്പിൾ പറഞ്ഞൊരു വേർഡാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചോദിക്കും ഈ ഷീറ്റിനകത്താണോ, ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഷീറ്റിനകത്താണോ അല്ലെങ്കിൽ വേറെ വർക്ക് ബുക്കിനകത്തും കൂടി സെർച്ച് ചെയ്യണോ ചോദിക്കും. അപ്പോൾ നമുക്ക് ഷീറ്റിനകത്ത് കൊടുക്കാം. ഇങ്ങനത്തെ സെർച്ച് ബൈ റോസ്, സെർച്ച് ബൈ കോളം വൈസ് സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ റോ വൈസ് സെർച്ച് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫോർമുലാസിൽ സെർച്ച് ചെയ്യണോ, വാല്യൂസിൽ കമൻസിലൊക്കെ സെർച്ച് ചെയ്യണം ചോദിക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മാച്ച് കേസ് മാത്രം, അത് കറക്റ്റ് ആപ്പിൾ പറഞ്ഞ വേർഡ് മാത്രം സെർച്ച് ചെയ്യണമെങ്കിൽ അതിവിടെ മാച്ച് കേസ് എന്ന് കൊടുക്കാം. പിന്നെ വരുന്നത് ഫൈൻഡ് നെക്സ്റ്റും ഫൈൻഡ് ഓളും ആണ്. ഫൈൻഡ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൾ പറഞ്ഞൊരു വേർഡ് എവിടേക്ക് വരുന്നുണ്ടോ അതൊക്കെ അത് ഫൈൻഡ് ചെയ്ത് കാണിച്ചു തരും. എല്ലാം ഒറ്റയടിക്ക് ഫൈൻഡ് ചെയ്ത് കാണിച്ചു തരും. അതേസമയം ഫൈൻഡ് നെക്സ്റ്റ് ആണെങ്കിൽ ഓരോന്നായിട്ടാണ് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫൈൻഡ് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫൈൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആപ്പിൾ കാണിച്ചു, തേർഡ് ആപ്പിൾ കാണിക്കുന്നു, ഫോർത്ത് ആപ്പിൾ കാണിക്കുന്നു. അതേസമയം ഫൈൻഡ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും ഏതൊക്കെ സെല്ലിലാണ് ആപ്പിൾ പറഞ്ഞ ഒരു വാല്യൂ കിടക്കുന്നത്. അതൊക്കെ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അതാണ് ഫൈൻഡ് നെക്സ്റ്റും ഫൈൻഡ് ഓളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റീപ്ലേസ് ഓപ്ഷനാണ്. നമുക്ക് ഈ ആപ്പിൾ പറഞ്ഞ വേർഡിനെ മാറ്റിയിട്ട് വേറൊരു വേർഡ് അവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റീപ്ലേസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഫൈൻഡ് വേർഡിൽ നമ്മൾ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത് ആ ഒരു വേർഡ് കൊടുക്കാം. റീപ്ലേസ് വിത്തിൽ എന്ത് കൊടുക്കണം, ഈ ആപ്പിളിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് വരണം അതാണ് ഇവിടെ പേര് കൊടുക്കേണ്ടത്.
അപ്പം ഞാനിവിടെ ആപ്പിളിനെ റീപ്ലേസ് ചെയ്തിട്ട് ഓപ്പോ എന്ന് കൊടുക്കാം. ഓപ്പോ എന്ന് കൊടുത്തു. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് റീപ്ലേസ് ഓൾ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ റീപ്ലേസ് ഓപ്ഷൻ ഉണ്ട്. അത് ഓരോന്ന് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരൊറ്റയടിക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ ഓരോന്ന് റീപ്ലേസ് ചെയ്യുന്ന നോക്കിയോ. റീപ്ലേസ് നോക്കിയാൽ cannot find ആപ്പ്, ഫൈൻഡ് ഓൾ കൊടുത്തു, എന്നിട്ട് റീപ്ലേസ്. അപ്പോൾ അത് ഓരോന്ന് റീപ്ലേസ് ചെയ്യും. അതേസമയം റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരൊറ്റയടിക്ക് ആപ്പിൾ പറഞ്ഞ ആ ഒരു വേർഡിനെ മാറ്റിയിട്ട് ഓപ്പോ ആക്കും. 3 റീപ്ലേസ്മെന്റ് നടന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഫൈൻഡിൽ ആപ്പിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ആപ്പിൾ പറഞ്ഞ ആ ഒരു വേർഡിനെയൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഒരു മെസ്സേജ് വരും. വി കുഡൻറ്റ് ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, ക്ലിക്ക് ഓപ്ഷൻസ് ഫോർ മോർ വേസ് ടു സെർച്ച്. അപ്പോൾ ഓക്കെ കൊടുക്കാം. അതായത് ആപ്പിൾ പറഞ്ഞ വേർഡ് ഈ ഒരു ഷീറ്റിനകത്ത് ഇല്ല. അപ്പോൾ ഇതാണ് ഫൈൻഡിൻ്റെയും റീപ്ലേസിൻ്റെയും യൂസ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഒരു വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റാസിൽ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് വന്നിട്ട് നമ്മുടെ റിവ്യൂ പറഞ്ഞ ടാബിനകത്ത് സ്പെല്ലിംഗ് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് വരും, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ ചെക്കിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഷീറ്റിന്റെ സ്റ്റാർട്ടിങ് മുതൽ ചെക്ക് ചെയ്യണമെന്ന് കൊടുക്കാം. നമ്മൾ യെസ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് സ്പെൽ ചെക്ക് കംപ്ലീറ്റ്, യു ആർ ഗുഡ് ടു ഗോ. അപ്പോൾ ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ടാസ്കുകളൊന്നും ചെയ്യാനില്ല. ഇത് ഓക്കെ കൊടുക്കാം. അതേസമയം നമുക്കിവിടെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റി കൊടുക്കാം. കൊൽക്കട്ട അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് സ്പെല്ലിംഗ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ഇവിടെ എന്താ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ കൊടുത്ത ആ ഒരു കൊൽക്കത്തൻ്റെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊടുത്തില്ലേ, അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എക്സൽ തന്നെ നമുക്ക് കുറച്ച് സജഷൻസ് തരും. നിങ്ങൾ ഉദ്ദേശിച്ചത് കൊൽക്കട്ടയാണോ, അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ടർ ആണോ, കിക്ക് സ്റ്റാർട്ട് ആണോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തരും. ഇതിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു വേർഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ വൺസ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സ്പെല്ലിങ്ങുള്ള ഈ ഒരു വേർഡ് ഒരു പ്രാവശ്യം ഇഗ്നോർ ചെയ്യും. ഇഗ്നോർ ഓൾ പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വേർഡ് പല ഭാഗത്തും ഉണ്ടെങ്കിൽ അത് എല്ലാതും ഇഗ്നോർ ചെയ്യും. അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഈ ഒരു വേർഡ് വന്നിട്ട് എക്സലിൻ്റെ ഡിക്ഷണറിയിലോട്ട് അത് ആഡ് ചെയ്യും. അതിനാണ് ആഡ് ടു ഡിക്ഷണറി. ഇപ്പം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു വേർഡ് കുറേ ഭാഗത്തുണ്ടെങ്കിൽ അത് എല്ലാം ഒരുമിച്ച് ചേഞ്ച് ചെയ്യാം. പിന്നെ വരുന്ന ഓട്ടോ കറക്റ്റാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഈ വേർഡ് കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ അത്രത്തോളം നല്ലതല്ല, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡും ഇവർ ഓട്ടോ കറക്റ്റ് ചെയ്യുന്ന വേർഡും വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എനിക്ക് കൊൽക്കത്തയാണ് വേണ്ടത്, ഞാനിവിടെ ചേഞ്ച് എന്ന് കൊടുക്കാം. ചേഞ്ച്. അപ്പോൾ ഇവിടെ മെസ്സേജ് വരും, ബിഗിനിങ് മുതൽ ചെക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊൽക്കട്ട പറഞ്ഞ നമ്മൾ തെറ്റി അടിച്ചത് വീണ്ടും അവർ കറക്റ്റ് ചെയ്ത് അടിച്ചു. അപ്പോൾ സ്പെല്ലിംഗ് പറഞ്ഞ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റാസിൽ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കും, അവർ ചിലപ്പോൾ അവരുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തതുകൊണ്ട് അത് എററിൽ കാണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാം, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വിടാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു വർക്ക്ഷീറ്റ് എങ്ങനെ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സ്റ്റേജ് വ്യൂയിലോട്ട് പോവാം, അതായത് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് പോവാം. ഇതിനകത്ത് പ്രിൻ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് ബുക്കിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ കുറേ പേജസ് ഉണ്ട്, ഒന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് പ്രിന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് നമുക്ക് വല്ല സെറ്റിങ്സും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇവിടെ വന്നിട്ട് എത്ര കോപ്പീസ് പ്രിന്റ് ചെയ്യണോ അത് ഇവിടെ കൊടുക്കാം. അതുപോലെ ഏത് പ്രിന്റർ യൂസ് ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യണമെന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്. അതായത് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഷീറ്റ് മാത്രം പ്രിന്റ് ചെയ്താൽ മതിയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതവിടെ പേജസ് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്ന ഓപ്ഷൻ വന്നിട്ട് പ്രിന്റ് എൻറ്റയർ വർക്ക് ബുക്കാണ്, അതായത് മൊത്തം വർക്ക് ബുക്കും പ്രിന്റ് ചെയ്യാനാണ്. പിന്നെ വരുന്ന ഓപ്ഷൻ പ്രിന്റ് സെലക്ഷൻ, അത് നമ്മൾ സെലക്ട് ചെയ്ത പേജുകൾ മാത്രം പ്രിന്റ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേജ് നമ്പർ ഏത് മുതൽ ഏത് വരെ വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓറിയന്റേഷനൊക്കെ ചേഞ്ച് ചെയ്യാം. പോർട്രേറ്റ് ആക്കാം, അതുപോലെ ലാൻഡ്സ്കേപ്പ് ആക്കാം. ഏതാണോ കൊടുക്കേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേജ് സെറ്റപ്പും ക്ലിയർ ആവും. ഇത് നമ്മൾ നേരത്തെ ട്യൂട്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രിന്റ് സെലക്ഷൻ കൊടുക്കുന്നില്ല, പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ റീജിയൻ, ഐറ്റം, ബ്രാൻഡ്, ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് ഹെഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹെഡിങ്സ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ആ ഹെഡിങ്സ് ഇവിടെ കാണുന്നില്ല. അതായത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പേജിൽ മാത്രം ആ ടൈറ്റിൽസ് വരുള്ളൂ, പിന്നെ വരുന്ന പേജസിൽ ടൈറ്റിൽസ് വരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ പേജിലും ടൈറ്റിൽ വരണമെങ്കിൽ അത് നമുക്കവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പേജ് ലേഔട്ടിനകത്ത് പ്രിന്റ് ടൈറ്റിൽ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്ന്. അതായത് ഏതൊക്കെ റോസ് ആണ് ടോപ്പിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആ ഒരു ഫീൽഡ്സ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ആ ഒരു ഇത് വരുന്നതായിരിക്കും, എൻ്റെ നെയിം വരുന്നതായിരിക്കും. എന്നിട്ട് പ്രിന്റ് പ്രിവ്യൂ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പേജിൽ ടൈറ്റിൽ വന്നു. പിന്നെ നമ്മൾ പേജസ് മാറ്റും തോറും ആ ടൈറ്റിൽ അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ബാക്ക് അയക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് പ്രിന്റ് ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് ഇവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേജിലും ടൈറ്റിൽ വരും. അതുപോലെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് പേജ് ബ്രേക്കും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഫുള്ളായിട്ട് എടുക്കാതെ നമുക്ക് വേണ്ട പേജസ് മാത്രം മതിയെങ്കിൽ പേജ് ബ്രേക്ക് സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ കൊടുക്കേണ്ടത് പേജ് ബ്രേക്ക് പ്രിവ്യൂ ആണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എവിടുന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 50 പേജസ് വരെയുള്ളത് പ്രിന്റ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ബാക്കി 50 പേജസ്. എന്നിട്ട് പ്രിന്റ് പ്രിവ്യൂ നോക്കാം. ഒന്നിന് പ്രിന്റ് ടൈറ്റിൽസിൽ പോയിട്ട് പ്രിവ്യൂ നോക്കാം, അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് പ്രിന്റിൽ പോവാം. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ 50 എണ്ണമാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. പിന്നെ അടുത്ത പേജിൽ ബാക്കി 50 എണ്ണം അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ പേജ് ബ്രേക്ക് വെച്ചിട്ടും പ്രിന്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എല്ലാ പേജസിലും പേജ് ടൈറ്റിൽ വരുന്ന പോലെ പ്രിന്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഷീറ്റ്സ് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾ വർക്ക് ബുക്ക് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നൂറിന് ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ കാണുന്നത് നമ്മൾ ഇന്ന് പഠിച്ച ട്യൂട്ടോറിയലിന്റെ ഒരു സമ്മറി പേജാണ്.